ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ മുളപ്പിച്ച കുറച്ച് കടലുണ്ടേ. ഈ കടലയും കൂർക്കയും കൂടെ ഒരു തോരൻ. കൂർക്ക ചിരണ്ടി വെച്ചേക്കുവാ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഈ കടല കണ്ടോ, 2 ദിവസം മുമ്പ് കടലക്കറി വെച്ചിട്ട് കുറച്ച് ബാക്കി വന്നേ. അത് ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞ് കെട്ടി വെച്ചപ്പോൾ ദാ ഇങ്ങനെ മുളച്ചു വന്നു. അപ്പം അതും കൂടെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൂടെ അങ്ങ് തോരൻ വെച്ചേക്കാന്ന് വെച്ചു. ആദ്യം നമുക്ക് കടലയൊന്ന് വേവിച്ചെടുക്കണേ. ഇത് കഴുകി എടുത്തുകൊണ്ട് വന്ന കടലയാ. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാവേ. കടല അങ്ങ് വേവിക്കാം. 2 വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഈ കൂർക്കയും കൂടെ ഒന്ന് ഒറ്റൊരു വിസിൽ. ഇത് തൊലിയൊക്കെ കളഞ്ഞു. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ കഴുകുക. നമ്മുടെ കടലയ്ക്കൊക്കെ 2 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് തന്നെ ഈ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് കഴുകി വെള്ളത്തിൽ ഇട്ട കൂർക്കയില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒറ്റ വിസിൽ മതിയേ. ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാവേ, ഉപ്പ് പിടിക്കുകയില്ല. ഒരൊറ്റ വിസിൽ മതിയേ. എന്നിട്ട് ആ എയർ നമ്മൾ കളയാതെ അവിടെ വെച്ചാൽ കൂർക്കയും കൂടെ വെന്ത് കിട്ടും. കൂർക്കയും കടലയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് തോരനാക്കണമല്ലോ. ഇതാ അതിനൊരു പാൻ അടുപ്പ് വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ആവശ്യമുള്ള എന്തൊക്കെയാണെന്നറിയോ? ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു സവോള ഉണ്ട്, പിന്നെ ഇതാ കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കണേ. നല്ല രസമാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കടുകൊക്കെ പൊട്ടി സവോള ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇതൊന്ന് വഴന്നോട്ടെ. ഇതൊന്നുള്ള ഉപ്പിട്ട് കൊടുക്കാം. സവോളയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവേ. കുറച്ച് മുളക് പൊടി, ചെറിയ സ്പൂണിന് 2 സ്പൂണാണ്. ഇച്ചിരി പെരുംജീരകപ്പൊടിയെ. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം ഒന്ന് മിക്സായി വന്നപ്പം ഇതാ കടലയും കൂർക്കയും കൂടെ വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ അങ്ങോട്ട് തട്ടിക്കൊടുത്തു. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ. നമ്മുടെ തോരനൊന്ന് തുറന്നു നോക്കട്ടെ. ഇതാ നോക്കിയേ, എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇത്ര പണിയേ ഉള്ളൂ. ഒരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാവേ. അങ്ങനെ നല്ല ഒരു അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കടല ഇപ്പം മുളപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ വെള്ളത്തിൽ തലേദിവസം ഇട്ട കടലയാണേലും മതി. കൂർക്കയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ചോറൊന്നും വേണ്ട, ഇത് തന്നെ തിന്നാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.